ദേവസ്തുതി പാടിയവർ നിങ്ങൾ, ആയിരം ആയിരം താരകളിൽ പാടി മറഞ്ഞവർ നിങ്ങൾ, ദേവസ്തുതി പാടിയവർ നിങ്ങൾ, ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. നന്മകളുടെ ഉറവിടമായ നമ്മുടെ ദൈവത്തിന് സ്തുതി അർപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠമായ ഒരു കാര്യമാണല്ലേ. അതിനായി വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും നമ്മളൊന്ന് നോക്കിയാൽ എത്ര ഭാഗ്യം ചെയ്തവരാണല്ലേ. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ് നമ്മൾ ഈ വേദിയിലൂടെ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായകർ. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എത്രയോ നല്ല ഗായകരെയാണ് ഇന്ന് ലോകം മുഴുവൻ ഗുഡ്നസ് ടിവിക്ക് മാന്യപ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയിരിക്കുന്നത്. അതേപോലെ ഇന്ന് ഈ വേദിയിലേക്ക് എത്തുന്ന ആ പ്രേക്ഷകരുടെ വേദിയായ ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്തുകൊണ്ട് തന്നെ ആവട്ടെ നമ്മുടെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട മാഷിനെ. ജെറിമാഷെ, സ്വാഗതം. ഉരുളിയാനിക്കലച്ച, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം മിഥില, ഇന്നത്തെ എപ്പിസോഡിലേക്ക്. അപ്പൊ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യാം, സ്വാഗതം ചെയ്യാം നമ്മുടെ ഈ ഒരു ഓർക്കസ്ട്രയും കൂടി. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ പെർഫോമൻസിനായിട്ട് നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം ഹോളി ക്രോസ് സിസ്റ്റേഴ്സിനെ. കൊല്ലം, കൊട്ടിയത്തു നിന്നും എത്തിയിരിക്കുന്ന സിസ്റ്റേഴ്സിന്റെ ക്വയർ ആണ് ഇന്ന് ആദ്യമായി വേദിയിലേക്ക് എത്തുന്നത്. മാജി സിസ്റ്റർ, കൊല്ലത്തെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? കൊട്ടിയത്ത് സുഖമായിരിക്കുന്നു. നിങ്ങളൊക്കെ പല പല കോൺവെന്റിലല്ലേ താമസിക്കുന്നതൊക്കെ അല്ലേ? അപ്പൊ ഈ ഒരു പാട്ടിന്റെ പ്രാക്ടീസും ഇങ്ങനെ ഒരു കോമ്പറ്റീഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരികയാണ് അല്ലേ? അത് ഈ ലാസ്റ്റ് മിനിറ്റ് ആണോ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടെ, അതോ നേരത്തെ മുതലേ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമോ? ഇവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ആദ്യമൊക്കെ വീക്കെൻഡിൽ, പിന്നെ ഒരു ഏകദേശം ഒരു 2 ആഴ്ചയായിട്ട് ഞങ്ങൾ ഡെയിലി ഇടയിലെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ പെർഫോമൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏത് ഗാനമാണ്? മരിയാംബികയെ മനതാരിൽ നിന്ന് മാതാവിന്റെ പാട്ട്. മാതാവിന്റെ ഗാനം ആരാ എഴുതിയത്? ഫാദർ ഷാജി തുമ്പേ ചിറയിൽ. പാടിയത് MG ശ്രീകുമാർ. ഓക്കെ, ഈണം പകർന്നതോ? ഷാജി തുമ്പേ അച്ഛൻ തന്നെയാണോ രചനയും ഈണം? ഓക്കെ, അപ്പോ മാതാവിന്റെ ഈ ഒരു ഗാനത്തോടു കൂടി തന്നെ ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ ആരംഭിക്കാം. അപ്പം നന്നായിട്ട് പാടൂ. താങ്ക് യു. ദാവീദിന്റെ കിന്നരങ്ങൾ.
സ്വർഗീയ കൃപനീ മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ വിൺമന്നതൻ പൊൻപാത്രമേ കൺമുന്നിലേ ഉഷതാരമേ വിൺമന്നതൻ പൊൻപാത്രമേ കൺമുന്നിലേ ഉഷതാരമേ കർത്താവിന് പ്രിയദാസിനീ ഈ ദാസിതൻ പ്രിയമാനനീ കൈകൂപ്പി നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തേൻ ചോരും സ്വർഗീയ കനിനീ കൈകൂപ്പി നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തേൻ ചോരും സ്വർഗീയ കനിനീ മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ ആരോരുമില്ലാത്ത നീരങ്ങളിൽ കണ്ണീര് തൂകുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ ആദ്യം മുന്നിൽ നിന്ന് ലീഡ് ചെയ്തിരുന്ന സിസ്റ്റർ പിന്നീട് അങ്ങ് ബാക്കിലേക്ക് പോയിട്ട് ഇനി നിങ്ങൾ ലീഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഓരോരുത്തരെ മാറ്റി മാറ്റി വിട്ടിട്ട് വീണ്ടും സിസ്റ്റർ തന്നെ മുന്നോട്ട് വന്നു. എന്ത് പറ്റി? അല്ല, ഞങ്ങൾ എപ്പോഴും റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്താ ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോരുത്തർക്ക് ചാൻസ് കൊടുത്തതാ. ഓക്കെ, അങ്ങനെയുള്ളൂ, അങ്ങനെയുള്ള വേറെ ഒന്നുമില്ല. ഒന്നുമില്ല. മാജി സിസ്റ്റർ എപ്പോഴും ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരു സിസ്റ്ററാണ്. ഭയങ്കര എപ്പോഴും നല്ല ചിരിയാണ്, ഭയങ്കര ജോവിയലാണ്. ഇന്നിപ്പോ എന്ത് പറ്റി? മുഖത്ത് ഒരു ടെൻഷനും ഒരു ഇതും ഇല്ല, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. നന്നായിട്ട് പാടിയല്ലോ, നല്ല രസം ഉണ്ടായിരുന്നല്ലോ പാട്ട് കേൾക്കാൻ. അപ്പൊ അതിനർത്ഥം ടെൻഷൻ ഇല്ലല്ലോ. പക്ഷെ അതാ കണ്ണിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്റെ സിസ്റ്ററെ. പിന്നെന്താ നമുക്ക് ചോദിക്കാം. ആ മിഥില, ഇങ്ങനെ ഉണ്ടായിരുന്നു മിഥില ഇവരുടെ ഗാനം? സിസ്റ്റേഴ്സിൻ്റെ ഇപ്രാവശ്യത്തെ പെർഫോമൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല സുഖം ഉണ്ടായിരുന്നിരുന്നു കേൾക്കാൻ. അല്ല, ഒന്ന് രണ്ട് പോർഷൻസ് എനിക്ക് ഒന്നും കൂടെ പാടിത്തരണം. നല്ല ഞങ്ങൾ കേൾക്കാൻ നല്ല ഒരു സുഖം ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ലൈനില്ലേ, അല്ല മനതാരിൽ നീ എന്ന് പറയുന്നൊരു പോർഷൻ, ചെറിയ സംഗതികളൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ നല്ല രസമായിട്ട് പാടി. അതൊന്ന് പാടണം. അതുപോലെ അനുപല്ലവിയിൽ നൃപനേശുവിൻ പ്രിയയായി ഞാൻ, ചരണത്തിൽ സെയിം പോർഷൻ കർത്താവിന് പ്രിയദാസിനി. ഈ 3 പോർഷൻസ് തന്നെ ഒന്ന് പാടി കേൾപ്പിക്കും. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. അപ്പോൾ പാടിയപ്പോൾ നേരത്തെ പാടി ഇത്രയും പെർഫെക്റ്റ് ആയില്ല. നേരത്തെ ഒരു പ്രാവശ്യം പോലും ഔട്ടായി പോയില്ല കേട്ടോ. അത് പെർഫെക്റ്റ് ആയിട്ട് പാടി ഓരോ പ്രാവശ്യം പാടുമ്പോഴും മനതാരിൽ. അതുപോലെ അനുപല്ലവിയിൽ ആ നൃപനേശുവിൻ പ്രിയയായി ഞാൻ. കറക്റ്റ് തുടങ്ങണേ. നൃപനേശുവിൻ പ്രിയയായി ഞാൻ ഇനി മാറുവാൻ തുണയേകണേ. പ്രിയയായി ഞാൻ, ആ ഒരു കോമ്പോസിഷൻ്റെ ഒരു പ്രത്യേകതയും കൊണ്ട് കൂടെ ഉണ്ടാവും. നല്ല രസമുണ്ട്. അത് സെയിം തന്നെ കർത്താവിന് പ്രിയദാസിനി. കർത്താവിന് പ്രിയദാസിനി ഈ ദാസിതൻ പ്രിയമാതനീ. അപ്പോൾ അടുത്തത് നമ്മളുടെ അനുപല്ലവി സെക്കൻഡ് ലൈനിൽ അടിയാട്ടിനി എന്ന് പറയുന്നൊരു പോർഷൻ. അത് സെക്കൻഡ് പാടിയപ്പോൾ നന്നായിട്ട് പാടി. ഫസ്റ്റ് പാടിയപ്പം ക്ലാഷ് ഉണ്ടായിരുന്നു. അത് അടിയാട്ടിനി അനുപല്ലവിയിൽ. അതൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് പാടി കേൾപ്പിക്കണേ.
കൃപയാർന്ന നൽ പൂങ്കാവനമേ വ്രതമേറ്റവിൻ അടിയാട്ടി നീ. അവിടെ എന്നാന്നറിയോ പ്രശ്നം വരുന്നേ? അതായത് പൂങ്കാവനമേ അടിയാട്ടിനിയും ഒരേ സംഗതികൾ തന്നെയാണ്. പക്ഷെ പൂങ്കാവനമേ ഒന്നുകിൽ എല്ലാവരും അതുപോലെ പാടണം, അല്ലെ പൂങ്കാവനമേ. കണ്ടോ, രണ്ടും വ്യത്യാസമാണ്. കുറച്ച് പേര് ഞാൻ ആദ്യം പാടിയ പോലെയും കുറച്ച് പേര് അപ്പോൾ അതാണ് അതിൽ എല്ലാവരും പാടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരേപോലെ വരുമായിരിക്കും. അത് നമ്മൾ കോൺഷ്യസ് അങ്ങനെ തന്നെ ചിന്തിച്ച് ശരിക്കും ശ്രദ്ധിച്ച് തന്നെ പാടിയില്ലെങ്കിൽ തെറ്റിപ്പോവും. അടിയാട്ടിനി അതുപോലെ അടിയാട്ടിനി, അടിയാട്ടിനി രണ്ടും രണ്ട്. അപ്പോൾ അത് ഗ്രൂപ്പായിട്ട് പാടുമ്പോഴേ നമ്മളത് കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കുമ്പോഴും കുറച്ച് നല്ല ഒരു പെർഫെക്ഷൻ കിട്ടും. അതുപോലെ തന്നെയാണ് ആ അനുപല്ലവിയുടെ എൻഡിലെ സ്വർഗീയ കൃപ, സ്വർഗീയ കൃപ നീ, അതൊന്ന് പാടണേ. അമ്മയെ തളിരിട്ട സ്വർഗീയ. മിഴിപൂത്തു നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തളിരിട്ട സ്വർഗീയ കൃപ നീ. മിഴിപൂത്തു നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തളിരിട്ട സ്വർഗീയ കൃപ നീ. അതിലാ മിഴി പൂത്തു നിൽപ്പൂ നിൻ, അത് സാധനം അതാണോ? നിൽപ്പൂ നിൻ മുന്നിൽ, അതാണോ? നിൽപ്പൂ നിൻ മുന്നിൽ. അത് കറക്റ്റായിട്ട് വീഴുന്നില്ല എല്ലാവരുടെയും. ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. എന്നൊന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കിയേ. മിഴിപൂത്തു നിൽപ്പൂ നിൻ മുന്നിൽ, നിൽപ്പൂ നിൻ മുൻ, സ്ലോ ആയിട്ട് നിൽപ്പൂ നിൻ മുന്നിൽ. മിഴിപൂത്തു നിൽപ്പൂ നിൻ മുന്നിൽ. അതൊന്ന് ശ്രദ്ധിക്കണേ, ഇപ്പോഴും ശരിയായിട്ടില്ലേ. നിൽപ്പൂ നിൻ മുന്നിൽ, നിൽപ്പൂ നിൻ മുന്നിൽ. അത് കുറച്ചിങ്ങനെ വിബ്രാട്ടോ കൂടി പോകുമ്പോഴേ ഇച്ചിരി കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ സ്വർഗീയ, ബാക്കി ഇങ്ങനെ അമ്മയെ തളിരിട്ട സ്വർഗീയ പാടിക്കോ. മിഴിപ്പൂത്തു നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തളിരിട്ട സ്വർഗീയ കൃപ നീ. അവിടെ സ്വർഗീയ സ്വർഗീയ അതില്ലേ, സ്വർഗീയ കൃപ നീ. ഒരേപോലെ വരുന്നില്ല, അത് എല്ലായിടത്തും വന്നില്ല, ചില സ്ഥലത്ത് മാത്രം ചെറിയ ക്ലാഷ്. സെയിം തന്നെ ചരണത്തിലും അതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അതത്രയും ആദ്യം കുറച്ച് നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത് ഇതിൽ വന്നപ്പോൾ ഇച്ചിരി ചെറിയ ക്ലാഷസ് ഇവിടെയൊക്കെ വന്നു, അതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മൾ കോമ്പറ്റീഷൻ ആകുമ്പോൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി പറയുന്നത്. താങ്ക് യു അച്ഛാ. മാതാവിൻ്റെ നല്ലൊരു പാട്ടാണ് അല്ലേ? മാതാവിൻ്റെ വിശേഷണങ്ങളെല്ലാം കുറേ വിശേഷണങ്ങളുണ്ട്. വളരെ നന്നായി പാടി കേട്ടോ നിങ്ങൾ. കണ്ണടച്ച് പാടുന്നുണ്ട് കുറച്ച് പേര്. കണ്ണടച്ച് മാതാവിൻ്റെ പാട്ട് കണ്ണടച്ച് പാടരുത്, എനിക്കങ്ങനെ തോന്നുന്നതാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ നല്ല കറക്ഷൻസൊക്കെ മിഥില തന്നു. ഞാൻ മിഥിലോട് ചോദിക്കാൻ, മിഥിലാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്, അത്രമാത്രം നന്നായിട്ടാണ് കറക്റ്റ് ചെയ്തത്. അത് കൂടുതലൊന്നും പറയാനില്ല. ഈ ഇനി മാറുവാൻ ഈ ദാസ്യത്തിന് അങ്ങനെയുള്ള അത് കുറച്ചുകൂടെ ശുദ്ധമാകണം. മറയാത്ത മഴവില്ലല്ലോ, അതിൻ്റെ ശ്രുതി, അങ്ങനെ ചെറിയ മിസ്റ്റേക്സൊക്കെ ഉള്ളു കേട്ടോ. അതൊക്കെ നന്നായിട്ട് പാടി. നിങ്ങൾ സാധാരണ പാടുന്നൊരു പാട്ടാണല്ലേ? ഇല്ല, ഇതിനു വേണ്ടി. പക്ഷെ വല്ല പോപ്പുലർ പാട്ടാണുള്ളത്, എല്ലാവരും കേൾക്കുന്നു. ആരെഴുതിയെന്നറിയോ ഇതിൻ്റെ? ഫാദർ ഷാജി തുമ്പേച്ചിറി. സംഗീതവും രചന നല്ല ട്യൂണാണ്, നല്ല ഭംഗിയായിട്ട് പാടി നിങ്ങൾ. താങ്ക് യു അച്ഛാ. മാഷേ, 2-3 വാക്കുകളെ പറ്റി സംശയിക്കുന്നു. ഏതെങ്കിലും സിസ്റ്റർ, ലീഡിങ് സിസ്റ്റർ, വിൽ യു കൈൻഡ്ലി റീഡ് അനുപല്ലവിയുടെ കൃപയാർന്ന എന്നുള്ള 2 ലൈനൊന്ന് വായിക്കാമോ? കൃപയാർന്ന നൽ പൂങ്കാവനമേ വ്രതമേറ്റ വിൺ അടിയാട്ടിനി. കറക്റ്റാണ്, വ്രതമേറ്റ. ഞാൻ കേട്ട് വ്രതമേറ്റാന്ന് എല്ലാവരും പറയുന്നത് വ്രതം എന്നാണ്. ആണോ? ഞാൻ തെറ്റാണോ പറയുന്നത്? പ്രത്യേകിച്ച് ഞങ്ങൾ അത് സ്ട്രെസ് കൊടുത്തായിരുന്നു, വ്രതം എന്നേ പറയാൻ പാടുള്ളൂ. ഒന്ന് കേൾക്കട്ടെ, അങ്ങനെ ഒന്ന് പാടിത്തരാമോ? കൃപയാർന്ന നൽ പൂങ്കാവനമേ വ്രതമേറ്റവിൻ ഓക്കെ. അടിയ. പിന്നെ ഒരു ഈ പൂങ്കായാണ് കേട്ടോ, പൂങ്കായല്ല, കായാണ്. നമ്മുടെ കായ, ഏത്തക്ക അല്ലെങ്കിൽ മത്തങ്ങയുടെ കാ. അപ്പോൾ പൂവിൻ്റെ കായാണ്. So don't say പൂങ്കാവനമേ, it is പൂങ്കാവനമേ, പൂങ്കാ, പൂങ്. അന്ന് ശരിക്കും പാടിക്കാന്ന്.
കൃപയാർന്ന നൽ പൂങ്കാവന പൂങ്കാവനല്ല പൂങ്കാ പറയൂ. പൂങ്കാവനമേ പൂങ്കാ. ആ പഠിക്കേ. കൃപയാർന്ന നൽ പൂങ്കാവനമേ. പൂങ്കായാണ്, പൂങ്കായല്ല. അത്രേ ഉള്ളൂ. സോ മാതാവിനെ പറ്റി നന്നായിട്ട് അച്ഛൻ എഴുതിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ സിസ്റ്റേഴ്സ്, യു ഹാവ് ഡൺ ഹാർഡ് വർക്ക്, വി ക്യാൻ സി. ബട്ട് യു നോ ദ ബേസിക് മിസ്റ്റേക്ക് വാസ് റൈറ്റ്. ഐ വാസ് വെരി കെയർഫുൾ ആഫ്റ്റർ ദ ഇൻട്രൊഡക്ഷൻ. ഏതാനും സിസ്റ്റേഴ്സ് മാത്രമേ മരിയാമ്പിക എന്ന് തുടങ്ങിയുള്ളൂ. മറ്റുള്ളവർ വന്നത് അടുത്ത ലൈനിലാണ്. മരിയാമ്പിക ഒന്നൊരു give me a clear cut starting. Everybody should sing Maria, whatever that is. Yeah, first. മരിയാമ്പികേ. എല്ലാവരും പാടിയോ? ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ 1 2 3 1 2 3. മരിയാമ്പികേ. സിസ്റ്റർ, മനക മാ എന്നുള്ള സിലബിൾ വളരെ ക്ലോസ്ഡ് അല്ലേ? അപ്പം അതിൻ്റെ ഒരു ഉന്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ കേൾക്കുന്ന അരിയാമ്പികയെന്നോ മ്യാമ്പിക എന്തൊക്കെയോ ഇങ്ങനെ കേൾക്കുന്നത്. മരിയ മ ഒന്ന് ഉന്തി പാടിക്കുക. 1 2 3 1 2 3. മരിയാമ്പികേ. ഇങ്ങനെ പാടിയാൽ വല്ലതും മനസ്സിലാവുള്ളൂ. ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ഓരോ വാക്കിനെ പറ്റിയും നിങ്ങളോട് പറഞ്ഞു തരേണ്ടി വരും. For that you need a teacher. Get hold of a good teacher. Thank you. താങ്ക് യു മാഷേ. സിസ്റ്ററെ, ഇനി ഒന്നും കൂടെ പാടിയാലോ അല്ലേ? ഇപ്പൊ ഇത്രയും കറക്ഷൻസ് എല്ലാം മനസ്സിലാക്കി ചെയ്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ടൊരു പാട്ട് എടുത്തിട്ട് അതിന് മാർക്ക് ഇടാൻ പറഞ്ഞാൽ നല്ലൊരു ഐഡിയ ആയിരുന്നു അല്ലേ? അപ്പൊ ഫുൾ മാർക്കും കൊണ്ട് പോവാലോ അതെ. അല്ലേ? ഇപ്പോഴും കിട്ടുമോ നോക്കട്ടെ. സിസ്റ്ററിന് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഫുൾ മാർക്ക് അല്ലേ? ചോദിക്കാം. മാഷേ, എത്ര മാർക്കാണ് മാഷ്? 8 മാർക്സ് ആണ് മാഷ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. മിഥില 8.5 മാർക്സ് ആണ് മിഥില തന്നിരിക്കുന്നത്. അച്ഛാ 8.5 മാർക്സ് അഗൈൻ. ഉരുളിയാനിക്കൽ അച്ഛനും 8.5 മാർക്സ് തന്നു. സിസ്റ്ററിന് കിട്ടിയിരിക്കുന്നത് ഇപ്പോ 25 മാർക്സ് ആണ് 30-ല്. 5 മാർക്ക് ഇവിടെ കളഞ്ഞിട്ട് പോയി. കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും എന്താണ്, കുഴപ്പം ഉണ്ട്, ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. കാരണം നിങ്ങളുടെ പെർഫോമൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നല്ലതായിട്ട് പാടുന്ന ആൾക്കാരല്ലേ, എപ്പോഴും നല്ല നല്ല ഗാനങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാർ. അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളൊരു 30-ൽ 28 താഴെ പോവില്ല എന്നൊക്കെ കണ്ടിരിക്കുന്ന ആൾക്കാരാ. തരണം എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ഉണ്ടാവാൻ പാടില്ല. തെറ്റുകൾ എന്തെങ്കിലും കാണിക്കുമ്പോഴാണല്ലോ ജഡ്ജസ് മാർക്ക് കുറയ്ക്കണത്. അപ്പൊ അങ്ങനെ ഒന്നും കൂടി ഒന്ന് സിസ്റ്റേഴ്സ് ഇതിനെക്കുറിച്ച് ഒന്നും കൂടെ ഒന്ന് പാട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടൊന്ന് വന്നാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ശരി, താങ്ക് യു. താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവനായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. തൊടുപുഴയിൽ നിന്നും എത്തിയിരിക്കുന്ന സെയിന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ക്വയർ ആണ് ഇനി ദാവീദിന്റെ കിന്നരങ്ങളുടെ ഈ വേദിയിൽ മത്സരിക്കാനായി എത്തുന്നത്. ദാവീദിന്റെ ടോമി ചേട്ടാ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? തൊടുപുഴയിലൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടുന്ന് ചെന്ന് കഴിയുമ്പോൾ എന്താണ് ഇടവകയിലൊക്കെ നിങ്ങളുടെ ഒരു എല്ലാവരും സ്വീകരിക്കുന്നൊക്കെ എങ്ങനെയാ നിങ്ങളെ? എല്ലാവരും നമ്മുടെ ഇച്ചിരി കൂടി കൂടുതൽ അറിയപ്പെടുന്ന ഒരു അവസ്ഥയിൽ വരുവാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു സന്തോഷം. ഇന്ന് ഏത് പാട്ടാ ടോമി ചേട്ടാ നിങ്ങൾ പാടുന്നത്? രാജാധിരാജനാം ഈശോയിത, അതൊരു ദിവ്യകാരുണ്യ ഗീത. ഓക്കെ, അത് ഷിബു ആന്റണി ആണ് അതിന്റെ ട്യൂണ് ചെയ്തു. ലിറിക്സും പുള്ളി തന്നെയാണ്. ഓക്കെ, പാടിയതോ? പാടിയത് ഒരു സ്കൂൾ ടീമാ. അവര് പുള്ളിയുടെ യൂട്യൂബിലൊക്കെ വന്നിരിക്കുന്ന ഒരു ഇതാ. ഓക്കെ, അപ്പൊ ഈ പാട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കുറെ കഷ്ടപ്പെട്ടോ? കുറച്ച് കഷ്ടപ്പെട്ടു. അത് എത്ര നാള് കഷ്ടപ്പെട്ടു? ഞങ്ങളൊരു 2-3 ആഴ്ചയോളം കഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ വൈഫാണ് അതിനെ ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്ത് എല്ലാവരും കൂട്ടി ചെയ്തു. അപ്പൊ വൈഫ് എല്ലാവരും ബേസിക്സ് ഒക്കെ പഠിപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ മേൽനോട്ടത്തിനായിട്ട് ടോമി ചേട്ടൻ എത്തി കംപ്ലീറ്റ് കറക്ഷൻ ഒക്കെ നടത്തി ഒന്ന് പൊടി തട്ടി റെഡി ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ശരി, അപ്പൊ അങ്ങനെ 2-3 ആഴ്ചത്തെ ഒരു ശിക്ഷണത്തിലാണ് ഇന്നിപ്പോ ഇവരെല്ലാരും ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെയുണ്ടാവും ഇവരുടെ ആ ഒരു ഗാനം എന്ന് നമുക്ക് കേൾക്കാം.
ഞങ്ങൾ കേട്ടിട്ട് ബാക്കി പറയാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രാജാധിരാജനാമീശോയിതാ നാവിലറിയാനായി വന്നിടുന്നു. ആദരവോടെ ആനന്ദഗീതം പാടി അകതാരിൽ നാഥനെ വരവേറ്റിടാ. രാജാധിരാജനാമീശോയിതാ നാവിലറിയാനായി വന്നിടുന്നു. ആദരവോടെ ആനന്ദഗീതം പാടി അകതാരിൽ നാഥനെ വരവേറ്റിടാം. യേശുവൻ ജീവനേ നീ വരും നിമിഷം സായുജ്യമേ ആയൻ ഭാഗ്യമേ. യേശുവൻ ജീവനേ നീ വരും നിമിഷം സായുജ്യമേ. വാനിൽ മാലാഖവൃന്ദം നിരനിരയായി പാട്ടി സ്തുതിക്കുന്നു നിന്നെ. ഹല്ലേലൂയ. വാനിൽ മാലാഖവൃന്ദം നിരനിരയായി സ്തുതിക്കുന്നു നിന്നെ. ഹല്ലേലൂയ. മണ്ണിൽ ആത്മനിറവായി മക്കളാം ഞങ്ങളും പാടും നിദാദരവായി. ആയിൻ ഭാഗ്യമേ യേശുവിൻ ജീവനേ നീ വരും നിമിഷം സായുജ്യമേ. ആയൻ ഭാഗ്യമേ യേശുവിൻ ജീവനേ നീ വരും നിമിഷം സായുജ്യമേ. സ്വർഗീയ ജീവന്റെ അപ്പം
ജീവിതമേകാ അണയുകയാ സ്വർഗീയ ജീവന്റെ അപ്പം വരമഴയാ സ്വർലോക ജീവിതമേകാ അണയുകയാ വാനവദൂതരോടൊപ്പം ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കാനൊരുങ്ങാം രാജാധിരാജനാമീശോയിതാ നാവിലലിയാനായി വന്നിടുന്നു ആദരവോടെ ആനന്ദഗീതം പാടി അകതാരിൽ നാഥനെ വരവേറ്റിടാം രാജാധിരാജനാമീശോയിതാ നാവിലലിയാനായി വന്നിടുന്നു ആദരവോടെ ആനന്ദഗീതം പാടി അകതാരിൽ നാഥനെ വരവേറ്റിടാം യേശുവിൻ ജീവനേ നീ വരും നിമിഷം സായോജ്യമേ ആയൻ ഭാഗ്യമേ യേശുവിൻ ജീവനേ നീ വരും നിമിഷം സായോജ്യമേ നന്നായിട്ട് പാടിയോ ടോമി ചേട്ടാ? പാടി പാടി. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു പാട്ടൊക്കെ കേൾക്കാനായിട്ട്. നല്ല ഒരു കുറേ പേരുന്ന് റിലാക്സ്ഡ് ആയിട്ട് നല്ല ചിരിച്ചോണ്ട് നല്ല ഇതായിട്ടാ പാടിയത്. ചോദിക്കട്ടെ ഇനി എങ്ങനെയുണ്ടായിരുന്നു പാട്ടെന്നറിയാൻ? ഓക്കെ. ആ അച്ഛാ, നല്ല ട്യൂണാണല്ലേ ടോമി? ഷിബുവിൻ്റെ നല്ലൊരു കമ്പോസിഷനാണ്. നന്നായി പാടി. മെയിൽ ഇച്ചിരി വീക്കാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് പേരുള്ളതുകൊണ്ടേ നിങ്ങൾ പാടി കഴിഞ്ഞിട്ട് ഫീമെയിൽ വരുമ്പോൾ ഭയങ്കര വ്യത്യാസം ലെവൽ തന്നെ. ഒരുമിച്ച് പാടുമ്പോൾ അത് കുഴപ്പമില്ല, പക്ഷേ തനിച്ച് പാടുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് പാടുമ്പോൾ അത് ആയെന്ന് കേട്ടോ. ഹായൻ ഹാ ഹാ ശ്രദ്ധിച്ചായിരുന്നല്ലേ അത്? പക്ഷെ കേൾക്കുമ്പോൾ ആയൻ ആയത്. വെരി നൈസ്. പിന്നെ നീ വരും കൗണ്ടർ വോയിസ് ഇല്ല, അതൊന്ന് മാസ്റ്റർ കറക്റ്റ് ചെയ്ത് തരും കേട്ടോ. നീ വരും നിമിഷം എന്നുള്ളൊരു സെക്കൻഡ് വോയിസ് വരുന്നത് അത് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ നിങ്ങൾ കഴിഞ്ഞ ഒന്ന് കറക്റ്റ് ചെയ്തല്ലേ മാസ്റ്റർ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ തന്നെ പാടി. പിന്നെ സ്വർഗീയ ഉച്ചാരണെ കുറച്ച് നോക്കിയാൽ മതി. പിന്നെ കുറച്ച് യായമായ വരുന്നുണ്ട്, അതെല്ലാം യാ യാ എന്നാണ് ഞങ്ങൾക്കിവിടെ എത്ര ശ്രദ്ധിച്ചിട്ടും കേൾക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. മനസ്സറിഞ്ഞ് വെച്ചാലേ അത് ശരിയാവുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ഗോഡ്. താങ്ക് യു അച്ഛാ. മിഥില? ടോമി ചേട്ടാ നന്നായിട്ട് പാടി. എല്ലാവരും നല്ല ലയിച്ച് പാടി. നല്ല കേട്ടിരിക്കാനൊരു സുഖമുണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ട് ആ ലിറിക്കിൽ. അതായത് ആ പല്ലവിയിൽ അതായത് ആദരവോടെ ആനന്ദഗീതം പാടി അകതാരിൽ നാഥനെ വരവേറ്റിടാം എന്നാണോ നിങ്ങൾ പാടുന്നത്? വരവേറ്റിടാൻ എന്നാണോ പാടുന്നത്? പക്ഷെ അതിൻ്റെ മീനിങ് നോക്കി, അതായത് രാജാധിരാജനാം ഈശോയിത നാവിലലിയാനായി വന്നിടുന്നു. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദരവോടെ ആനന്ദഗീതം പാടി അകതാരിൽ നാഥനെ വരവേറ്റിടാം അല്ലേ? വരവേറ്റിടാൻ എന്നാണോ വരണ്ടേ? അതൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. അത് വരവേറ്റിടാൻ അർത്ഥമില്ല, വരവേറ്റിടാം. നാവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ നമുക്ക് വരവേൽക്കാമെന്ന് പറഞ്ഞാലേ അർത്ഥമുള്ളൂ. വരവേറ്റിടാൻ എന്ത് ചെയ്യും? അപ്പോൾ അകതാരിൽ നാഥനെ വരവേറ്റിടാം, നമുക്ക് വരവേൽക്കാം എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പം അത് ഒരു മിസ്റ്റേക്ക്. പിന്നെ ആ പ്രൊനൗൺസിയേഷനകത്ത് അണയുകയായി യാന്ന് കേൾക്കുന്നുള്ളേ ആ ചരണത്തിൽ.
ഒന്ന് ക്ലിയർ ആക്കുന്നോ? അതായത് സ്വർലോക ജീവിതമേകാൻ അണയുകയായി അല്ലേ, കേൾക്കുന്നില്ല, സ്വീകരിക്കാൻ കേട്ടോ, സ്വീകരിക്കാൻ കേട്ടോ. ചിലപ്പോൾ നമ്മൾ അറിയാതെ എന്നൊക്കെ ആയി പോവും. അതൊന്ന് ശ്രദ്ധിക്കണം. അത് ഞാൻ എഴുതി വെച്ചായിരുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇത്രയൊക്കെ പറയാം. പിന്നെ ആ വാനിൽ മാലാഖ വൃന്ദം ചേച്ചിമാർ ഫീമെയിൽ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഒരു ചേച്ചി മാലാഖ ചാടിപ്പാടിയായിരുന്നു ടേക്കിലെ ഒറിജിനൽ. അതിനകത്ത് ഒരാൾ ഒന്ന് ചാടിപ്പാടി, അഡ്വാൻസ് ആയിട്ടൊന്ന് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കണമല്ലോ എന്ന് ഓർത്ത് ഞാൻ എഴുതി വെച്ചതാട്ടോ. ഓക്കെ ഇത്രയൊക്കെ തന്നെ. പക്ഷെ നല്ല പാട്ട്, നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാനായിട്ട് മൊത്തം. താങ്ക് യു മിഥില. മാഷേ, എൻ്റെ സൈഡിൽ നിന്ന് 2-3 കറക്ഷൻസ് പറയണം. എന്നോട് ഫാദർ ചെറിയാൻ കുനിയന്തോടത്ത് ഒരു 10-20 തവണ പറഞ്ഞിട്ടുണ്ട്, മാഷേ ഇറ്റ് ഈസ് നോട്ട് സായുജ്യം എന്നൊരു വാക്ക് മലയാളത്തിലില്ല, ഉണ്ടെങ്കിൽ തന്നെ തെറ്റായിട്ട് അച്ചടിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് സായുജ്യം. എല്ലാവരും ഒന്ന് പറയാമോ? എല്ലാവരും പറയും, എന്താ പേടിക്കുന്നത്? ഇറ്റ്സ് നോട്ട് സായുജ്യം എന്നൊരു വാക്ക് മലയാളത്തിലില്ല എന്ന് മലയാളം പണ്ഡിതനായ ചെറിയാൻ കുനിയന്തോടത്തച്ഛൻ സീലിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എവിടെയൊക്കെ അത് വരുന്നുണ്ടോ നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയും. ഇപ്പോൾ ഈ പാട്ടിൽ ആരോ അത് തെറ്റിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ എം ബ്രിങ്ങിങ് ദിസ് മിസ്റ്റേക്ക് ടു യുവർ അറ്റൻഷൻ, ദാറ്റ്സ് ഓൾ. പിന്നെ നമ്മൾ ജനറലി പാട്ട് പാടുമ്പോൾ വാഴ്ത്തി സ്തുതിക്കുന്നു. ഗിവ് മീ ദ 4th ഗേൾ ഫ്രം ദിസ് എൻഡ്. 4th ഗേൾ കൈവക്കൂ. പ്ലീസ് റീഡ് ദാറ്റ്. വാനിൽ നിന്ന് തുടങ്ങി ഹല്ലേലൂയ വരെ ഒന്ന് വായിക്കാമോ? ചുമ്മാ വായിക്കൂ. വാനിൽ മാലാഖ വൃന്ദം നിരനിരയായി വാഴ്ത്തി സ്തുതിക്കുന്നു നിന്നെ. വാഴ്ത്തി നിർത്തുമോ? വാഴ്ത്തി എങ്ങനെയാത്? വാഴ്ത്തി സ്തുതിക്കുന്നതാണോ? വാഴ്ത്തി സ്തുതിക്കുന്നു നിന്നെ. വാഴ്ത്തി സ്തുതിക്കുന്നു. വാഴ്ത്തി സ്തുതിക്കുന്നു. അത്തി കഴിഞ്ഞാൽ ഉടനെ സാ വരണം. ഇപ്പം നിങ്ങളിപ്പോൾ പാടി എന്താണ്? വാഴ്ത്തി സ്തുതിക്കുന്നു. അത് തെറ്റാണ്. വാഴ്ത്തിസ് എന്ന് പറയണം, സായിൽ സ്വരം വരണം. വാഴ്ത്തിസ് ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നും, ബട്ട് ദിസ് ഇസ് ദ ട്രൂത്ത്. വാഴ്ത്തിസ് സ്തുതിക്കുന്നു, വാഴ്ത്തി സ്തുതിക്കുന്നു എന്നല്ല, വാഴ്ത്തിസ് സ്തുതിക്കുന്നു. വാഴ്ത്തിസ്തു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സ്തുതിക്കുന്നു നിന്നെ ഒന്ന് പറഞ്ഞാൽ മതി. ഒന്ന് പ്രൊനൗൺസിയേഷൻ. വാഴ്ത്തിസ്തുതിക്കുന്നു എന്ന് പറയൂ. എൻ്റെ കൈയോടുകൂടി 3, 4. ഞാൻ അസ് കേൾക്കുന്നില്ല, വാഴ്ത്തിനെ കേൾക്കുന്നു. വാഴ്ത്തിസ്തു. 1 2 3 1 2 3. അങ്ങനെയാണ് വേണ്ടത്. നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കുന്നത്. അപ്പോൾ you can have some very strange opinions about it, but that's the right way to do it. വാഴ്ത്തി സ്തുതിക്കുന്നു, not വാഴ്ത്തി സ്തുതിക്കുന്നു അല്ല. So wherever it is സ്ഥാ വരുന്നതിന് മുമ്പുള്ള വാക്കുകൾക്കൊന്ന് ശ്രദ്ധിക്കണം. വാഴ്ത്തി സ്തുതിക്കുന്നു. പിന്നെ ഓഫ്കോഴ്സ് സ്വീകരിക്കുക എന്നുള്ള വാക്ക് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധാരണ പറയുന്നതിൽ ഒരു 5 ഇരട്ടി എനർജി വന്നാലേ ഉപയോഗിച്ചെങ്കിലേ സ്വീ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എത്ര ശ്രമിച്ചാലും സി എന്നേ പറയുള്ളൂ. സ്വീ ഒന്ന് കേൾക്കട്ടെ. സ്വീ പറയൂ. ഒപ്പം സ്വീ. സ വ ഈ 3 സ്വരം ഒപ്പം പറയാനായി പറയുന്നത്. സ്വീ പറഞ്ഞേ. ഓക്കെ. ഇല്ല, മനസ്സിലായോ മിസ്റ്റർ ടോം? ഇതൊന്ന് ഫോക്കസ് ചെയ്തൊന്ന് കറക്റ്റ് ചെയ്യണം. താങ്ക് യു. താങ്ക് യു മാഷേ. അപ്പൊ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? കൂടുതലായിട്ട് ചോദിച്ചറിയാനൊന്നും ഇല്ലല്ലോ. മാർക്കിലേക്ക് പൊയ്ക്കോട്ടെ. അച്ഛാ, എത്ര മാർക്കാണ് അച്ഛൻ ഇവർക്ക് നൽകുന്നത്? 8.5 മാർക്സ്. 10ൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? മിഥിലയും 8.5 മാർക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. മാഷേ 8 മാർക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പെർഫോമൻസിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 25 മാർക്സ് ആണ് 30ൽ. സന്തോഷം? ഓക്കെ, അത്ര സന്തോഷമൊന്നുമില്ല, പക്ഷെ ഓക്കെ, അങ്ങനെ അങ്ങ് പോവാം.
അപ്പൊ എന്തായാലും ടോമി ചേട്ടാ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇതെല്ലാം മനസ്സിലാക്കിയെടുത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് നിന്ന്. ഓക്കെ, നമുക്ക് പിന്നീട് വീണ്ടും കാണാം. ശരി. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസിനായിട്ട് വേദിയിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കല്ലാനിക്കിൽ നിന്നും എത്തിയിരിക്കുന്ന സെയിന്റ് ജോർജ് ചർച്ച് ക്വയറിനെ. വരും. നല്ല ഭംഗിയുണ്ടെന്ന് നിങ്ങളുടെ വേഷമൊക്കെ കാണാൻ. ബ്ലാക്കും നല്ല ഓറഞ്ച് കളർ മൾട്ടി കളർ ദുപ്പട്ട, നല്ല രസമുണ്ട്. പാട്ടിനെ കുറിച്ച് പറയും, ഏതാണ് ഗാനം? 1000 സൂര്യഗോളങ്ങൾ എന്നുള്ള പാട്ടാണ്. ആരാ എഴുതിയത്? ബേബി ജോൺ കലയന്താന് എഴുതിയ പാട്ട്. മ്യൂസിക് പീറ്റർ ചേരനല്ലൂർ. പാടിയത് മാർക്കൂസ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇവർ തെരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന ആ ഒരു ഗാനത്തിനായി നമുക്കിനി കേൾക്കാം. നമുക്ക് കാതോർത്തിരിക്കുകയാണ് ഞങ്ങള്. ഇന്നത്തെ ദിവസത്തെ ഫൈനൽ പെർഫോമൻസ് ആണ് നിങ്ങളുടെ. ഈ വേഷം പോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.
ലോകപാപങ്ങളേറ്റവനേ, പാപവിമോചകനായവനേ, ശാന്തനായി ശൂന്യനായി കുരിശിൽ വേദനയേറ്റവനേ, ആയിരം സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖശോഭ പോലെ. ദിവ്യസമാഗമ കൂടാരത്തിൽ ദിവ്യദർശനമേകിയപ്പോ ഉന്നത സ്നേഹാഗ്നി ജ്വാലയാൽ തെളിയൂ, തെളിയൂ. ആയിരം സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖശോഭ പോലെ. ആയിരം ചന്ദ്രഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ മുഖകാന്തി പോലെ. എല്ലാവരും നല്ല ഉറക്കെ, നല്ല ഉറച്ച്, നല്ല സന്തോഷത്തോടെ പാടി അല്ലേ? നോക്കട്ടെ, അച്ഛാ നന്നായി പാടിയോ? നന്നായി പാടി. നല്ല ശൈല കാണാൻ നിങ്ങളെ, നല്ല ബ്യൂട്ടിഫുൾ, കറുപ്പും ചുമപ്പും. നല്ല പാട്ട് അല്ലേ? നല്ല പാട്ട്. നമുക്കറിയാം ആചാര്യന്മാർ നല്ല പ്രഗത്ഭരായവരുടെ സംഗീതവും രചനയൊക്കെ അല്ലേ, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ മുഴുവൻ എനിക്കങ്ങനെ വലിയ കുറവായിട്ട് ഒരു കറക്ഷൻ്റെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. ഒന്ന് രണ്ട് മെയിൽ വീക്കായിരുന്നു, അത് നമുക്ക് ബാലൻസ് ചെയ്യാനുള്ള അത്രയും ഫീമെയിൽ വളരെ നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ടൊരു ആദ്യം മെയിൽ നിങ്ങൾ പാടുന്നുണ്ട് നന്നായിട്ട്, പക്ഷേ അത്ര രണ്ടുപേരല്ലേ ഇത്രയോട് മത്സരിക്കുന്നത്, അതുകൊണ്ടുള്ള കുറവുണ്ടായിരുന്നു. വേണമെങ്കിൽ അവസാനം നിങ്ങൾ പാടിയില്ലേ ദിവ്യസകാമ കൂടാരത്തിൽ, അപ്പോൾ നിങ്ങളുടെ കുറച്ച് മാസ്റ്റർ പറഞ്ഞൊരു ഹാഫ് വോയിസ് ആക്കി അല്ലേ, കുറച്ചുകൂടെ കുറയ്ക്കായിരുന്നു. നിങ്ങളിച്ച് കയറി നിന്നിട്ട് നിങ്ങളുടെ ആയ ഒന്ന് കുറച്ചാൽ മതിയായിരുന്നു. ആ ഹമ്മിങ് നിങ്ങൾ കുറച്ച് വോളിയം കുറച്ച് പാടുക, അവർ കയറി നിൽക്കട്ടെ. ഇങ്ങനെ ആയിരം സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖശോഭ പോലെ. ആയിരം ചന്ദ്രഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖകാന്തി പോലെ. ഓക്കെ, കുഴപ്പമില്ല. അല്പം കൂടെ വേണമെങ്കിൽ ഉയർത്താം. ഇപ്പോൾ അവർ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പാടിയപ്പോൾ ഇങ്ങനെ വന്നു വെച്ചാൽ നല്ല ജിൽ മേളത്തിൽ പാടുമ്പോൾ ഇത് പെർക്കഷൻ ആൻഡ് ഓൾ ദാറ്റ് നിങ്ങൾക്ക് നല്ല ഓജസ്സോടെ പാടാം. ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. പിന്നെ കല്ലാനിക്കൽ പള്ളി ഇടവക്കാരെല്ലാം കാണുന്നുണ്ടോ നിൻ്റെ പ്രോഗ്രാം? എല്ലാവരും തന്നെ കാണുന്നതല്ലേ? അവർ നിങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ? ജഡ്ജസ് പറയണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഇനി അടുത്ത മത്സരത്തിന് പോകുമ്പോൾ അതൊക്കെ നോക്കി പോകണമെന്ന് പറയാറുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ടോ? സെൽഫ് ജഡ്ജ് ഇത് കഴിയുമ്പോൾ കണ്ടിട്ട് വാക്കുകളൊക്കെ ഓരോ ആത്മാവ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എടുത്ത് ഹൃദയം ഏറ്റവും നല്ല ജഡ്ജ്മെന്റ് കേട്ടോ. നമ്മുടെ തന്നെ ജഡ്ജ്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ കൂടുതൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. മറ്റൊന്നും എനിക്ക് തോന്നുന്നു നല്ല മേഘിയ പോൽ അല്ലെങ്കിൽ ഇവിടെ നായി ഒത്തിരി വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് കുറച്ചുകൂടെ അറിഞ്ഞു വെച്ചാൽ നായ് പോൽ ഒക്കെ വന്നേനെയും മറ്റ് ശൂന്യനായി ഒക്കെ മറ്റൊന്നും അങ്ങനെ പറയാനില്ല. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ഫാദർ. മിഥില? വിൻസെൻ്റ് ചേട്ടൻ ആൻഡ് മിനി ചേച്ചി, നല്ല ടീം നിങ്ങളെല്ലാവരും നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ.
അടിപൊളി, നന്നായിട്ട് പാടി നിങ്ങൾ. ഞാനിങ്ങനെ നോക്കിയിരിക്കും എന്താണ് ഇങ്ങനെ കുറവ്. പല്ലവി പെർഫെക്റ്റ് ആയിരുന്നു, എനിക്കൊന്നും പറയാൻ ഒരു കുറവ് ഞാൻ കണ്ടുപിടിച്ചത്. ആകുമൂന്നിൻ മുഖശോഭ പോലെ, അതിൻ്റെ ആ പ്രൊനൗൺസിയേഷൻ ഇച്ചിരി ശരിയാകാനുണ്ട്. മുഖശോഭ എന്നാണ് പറയുന്നത്, മുഖശോഭ കേട്ടോ. ആ ഒരു ഖ ഭ അത് കറക്റ്റായില്ല, അത് ശരിയാക്കണം, എവിടെയും കറക്റ്റായില്ല. ഞാൻ കണ്ടുപിടിച്ചൊരു കുറവാണ്, സിംഗിങ്ങിലല്ല. പിന്നെ അതുപോലെ ഞാൻ വിചാരിച്ചു ആ ശാന്തിയായി ജീവനായി ഒക്കെ വരുമ്പോൾ ക്ലാഷ് ആവും എന്ന് വിചാരിച്ചു. ക്ലാഷൊന്നും ആയില്ല, നല്ല പെർഫെക്റ്റായിട്ട് പാടി നിങ്ങൾ കേട്ടോ. കാരണം അവിടെ ആ സംഗതി ഉള്ളതുകൊണ്ടൊന്ന് ക്ലാഷ് വരാൻ സാധ്യതയുണ്ട്, അവിടെ പിടിക്കാൻ ഓർത്തിരുന്ന, പക്ഷേ വന്നില്ല. പിന്നെ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു, അതിൻ്റെ ആ ഒരു അറിയാനുണ്ട് ശരിക്കും. പിന്നെ വന്നത് ഒരു ദീപമായി എന്ന് വരേണ്ട ഒരു സ്ഥലത്ത് അവിടെ ക്ലാഷ് വരേണ്ടതല്ല. മെയിൽ വോയിസ് പാടിയപ്പം ചെറുതായിട്ട് രണ്ടുപേരും രണ്ട് സ്റ്റൈലിലെടുത്തതെന്ന് മാത്രം. അതായത് ഒന്നിട്ട് ശാന്തിയ അത് പാടി, അവിടെ നിന്ന് പാടി. ഇപ്പൊ പെർഫെക്റ്റ് ആയി. ആ സാധനം നേരത്തെ ഒരാൾ എന്ത് ചെറിയൊരു വ്യത്യാസം വന്നായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ പ്രത്യേകിച്ചൊന്നും, ഈ മുഖശോഭ അതാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല കുരിശിൽ വേദനയേറ്റവനെ, അവിടെയും ചെറുതായിട്ടൊരു എടുത്തു പറയാൻ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്, അല്ലാതെ എടുത്തു പറയേണ്ട വേറൊരു ഒന്നും എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അപ്പോൾ കൺഗ്രാറ്റ്സ്. ആൻഡ് കോസ്റ്റ്യൂം ഡിസൈനർ ചേച്ചിയാണോ മിനി ചേച്ചിയാണോ? ആദ്യം ഒരാൾ സെലക്ട് ചെയ്തു, അപ്പോൾ അതിന് വൈറ്റ് വേണ്ട, ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയാവുന്നു. ബ്ലാക്കും റെഡും നല്ല കോമ്പിനേഷൻ ആണല്ലോ. നല്ലതാണ് ആദ്യം ചെയ്യാമെന്നിങ്ങനെ പറഞ്ഞിരുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലാക്ക് അതിൽ നന്നാവും. അതെ. ഇങ്ങനെ നല്ല രസമുണ്ട്. മിനി ചേച്ചി എപ്പോഴും ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്, ചേച്ചി നല്ല സ്റ്റൈലിഷ് ആയിട്ടേ വരാറുണ്ട്. അപ്പോൾ അടിപൊളി അല്ല, ഇനി ഇങ്ങനെ തന്നെ നന്നായിട്ട് മുന്നോട്ട് പോകും. താങ്ക് യു ജിർമാഷേ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ദേ ഹാവ് സങ് വെൽ ആൻഡ് ഐ തിങ്ക് ദേ ആർ ഇംപ്രൂവിങ് ഓൺ ഓൾ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ഗ്രൂപ്പ് സിംഗിങ്. ഐ വോണ്ട് ആഡ് വൺ പോയിന്റ്, ദാറ്റ് ഇസ് നിങ്ങൾ ഓരോ പാട്ട് പഠിക്കുന്നതിന് മുമ്പ് ലിറിക്സ് മാത്രം എടുത്ത് ശരിക്കും ഒന്നിച്ച് താളത്തിൽ വായിക്കണം. വന്ന വഴി പാടിക്കോ എന്ന് പറയുന്നതിൽ നല്ലത് താളത്തിൽ. ഉദാഹരണം ഇപ്പോൾ ഈ പാട്ട് തന്നെയാണെങ്കിൽ 1000 സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ഇങ്ങനെ താളത്തിൽ വായിക്കാൻ പഠിച്ചാൽ ഹാഫ് ദ പ്രോബ്ലം ഈസ് ഗോൺ. The melody is so easy for us to learn. It is the timing factor. താളമാണ് നമ്മളെ തെറ്റിക്കുന്നത്. മെലഡി ഇങ്ങനെ ഒഴുകിപ്പോയിക്കോളൂ. അപ്പോൾ അതൊരു make it a point that every time you come for learning a new song or whatever, even for coming for a regular rehearsal, പാടാൻ പോകുന്ന പാട്ടിനെ ആ താളത്തിലൊന്ന് വായിക്കുക. ആരാണത് ചെയ്യാൻ പോകുന്നത്? Who will remember this? Please insist on that. Your singing will go much better. I have nothing else to say. You people have done well. Congratulations. Thank you മാഷേ. ഇവിടെ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഈ ജഡ്ജസ് പറയുന്ന അവരുടെ കമൻസ് എല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ നിങ്ങൾ നിൽക്കുക, എന്നിട്ട് കുറേ മാർക്ക് വാങ്ങി ഇവിടെ നിന്ന് പോവുക. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണുമ്പോഴാണ് എനിക്കും കൂടുതൽ സന്തോഷം. എനിക്കെന്ന് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും നിങ്ങൾ കുറേ നാളായിട്ട് കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ട് നല്ല മാർക്കും കൊണ്ട് പോകുമ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും സന്തോഷമാവുക അല്ലേ? അപ്പോൾ ഇന്ന് അങ്ങനെയാണോ? നോക്കാം. ആയിരിക്കും നോക്കാം. മിഥില എത്ര മാർക്കാണ്? 9.5 marks. ഇനി ഞാൻ മറ്റുള്ളവരോടും കൂടെ ചോദിക്കണോ അതോ നിങ്ങൾ പോയേക്കാണോ? ബാക്കിയും കൂടെ വരട്ടെ അല്ലേ മാഷേ? 9 marks. ഓ എന്താ സന്തോഷം. അച്ഛനും 9 marks. അപ്പൊ നിങ്ങളുടെ ഈ ഒരു 4ാമത്തെ റൗണ്ടിലെ നിങ്ങളെന്ന് പറഞ്ഞ ഈ ടീമിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് സ്കോറാണിത്. 27.5 marks on 30. Congratulations. നല്ലൊരു ക്ലാപ്പ്. ഉറക്കെ ഒരു താങ്ക് യു പറയണം. പറ്റില്ല കേട്ടാ, ഞങ്ങൾ ഇത്ര മാർക്കൊക്കെ തന്നതാ. ഉറക്കെ ഒരുമിച്ച് താങ്ക് യു. അങ്ങനെ വരട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് അവസാനം നല്ലൊരു മാർക്കോട് കൂടി പോകാൻ പറ്റിയില്ലേ? അപ്പോൾ ഇനിയും ഉത്തരവാദിത്തങ്ങൾ കൂടി വരികയാണ്. ഇനിയും ബെറ്റർ പെർഫോമൻസ് ആയിട്ട് താഴത്തേക്ക് പോകാൻ പാടില്ല കേട്ടോ.
ശരി, അപ്പൊ ശരി വിനി ചേച്ചി, വിൻസെന്റ് ചേട്ടാ ശ്രദ്ധിച്ചോണം. ഇനി വരുമ്പോ കുറേ മാർക്കായിട്ടേ പോവുള്ളൂ. ഓക്കെ, താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. അങ്ങനെ നമുക്ക് നല്ല ഒരു എപ്പിസോഡ് സമ്മാനിച്ച് നമ്മുടെ ഈ ഗായിക സംഘത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ ഞങ്ങളും അതേപോലെ തന്നെ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരും നല്ല നല്ല ഗാനങ്ങൾക്കായിട്ട്, നല്ല നല്ല ദൈവസ്തുതികൾക്കായിട്ട് കാത്തിരിക്കുകയാണ് ഓരോ എപ്പിസോഡിലും, അല്ലേ? അതേപോലെ തന്നെ നല്ല ഒരു പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം ദാവീദിന്റെ കിന്നരങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. ബൈ. ഫീമെയിൽസിനെ റെപ്രസെന്റ് ചെയ്യാന്ന് കരുതി. ഓ, അത് ആരെടുത്ത് തീരുമാനമായിരുന്നു? ഞങ്ങൾ തന്നെ പറയുന്നതാണ്. ഇന്ന് സോണിച്ചേട്ടൻ പറഞ്ഞു. കുഴപ്പമില്ല, നന്നായിട്ട് പാടി. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസിൻ്റെ കുറവ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ആദ്യം ഞങ്ങൾ പാട്ട് സെലക്ട് ചെയ്തിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കും. അപ്പം തന്നെ പല പ്രാവശ്യം കേൾക്കാനായിട്ട് ഞങ്ങൾ പറയും. പിന്നെ ഒരുമിച്ചിരുന്ന് പല എൻഡുകളിൽ, അതായത് വീക്കെൻഡുകളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി personally known, or I know personally Abraham Padinyaratharakal. I used to know. He was a wonderful musician. അദ്ദേഹം ഈ പള്ളികൾക്ക് വേണ്ടി മാത്രമേ പാട്ടുണ്ടാക്കിയിട്ടുള്ളൂ. അത് അമ്മയും മോളും ആണോ? നല്ല ചായ ഉള്ളോണ്ട് ചോദിച്ചു. അമ്മയും മോളും 2 ജോഡികളുണ്ട്. ഒന്ന് ഇവരായിരിക്കും. ഫീമെയിൽ ഗ്രൂപ്പ് നല്ലതാട്ടോ, നല്ല. നിങ്ങൾ മോശമൊന്നുമല്ല, പക്ഷെ അതൊക്കെ ഒത്തിരി പാടാനുണ്ടായിരുന്നു. കോൺട്രോവേഴ്സസ് ഒക്കെ അത് നല്ല കട്ടയ്ക്ക് നിന്നാ പാടിയത്. അതുകൊണ്ട് വലിയ വലിയ പ്രോബ്ലംസിലായിരുന്നു.